പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പൗഡറാണ്. അതുകൊണ്ട് വെള്ളം ചൂടായിട്ട് വരുമ്പോഴത്തേന് അതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ കർപ്പൂരം. ഇപ്പോൾ 2 or 3 കർപ്പൂരം എടുക്കുക. ഇതിപ്പോൾ ഞാൻ 2 കർപ്പൂരം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പൊടിച്ചെടുക്കാം. പിന്നെ വേണ്ടത് പൗഡറാണ്. പൗഡർ കുറച്ചിട്ട് കൊടുക്കാവേ. വെള്ളത്തിലിട്ട് തിളയ്ക്കുമ്പോഴത്തേന് നല്ലൊരു മണമാണ്. വീട് മുഴുവനും നല്ല പൗഡറിൻ്റെ ആ ഒരു മണം നമുക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ വെള്ളം തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കർപ്പൂരം പൊടിച്ചതിട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ പരലുപ്പ് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പരലുപ്പാകുമ്പോൾ അണുക്കളെയൊക്കെ നശിപ്പിക്കാനൊക്കെ നല്ലൊരു കഴിവുണ്ട്. അപ്പോൾ നമ്മൾ തറയൊക്കെ തുടയ്ക്കുന്നതിനും അതുപോലെ സിങ്കിനകത്തൊക്കെ ഒഴിക്കുമ്പോഴത്തേനും ഒരു നല്ലൊരു എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പരലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൗഡർ വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കർപ്പൂരം കൈ വെച്ച് നിവിടുമ്പം തന്നെ പൊടിഞ്ഞ് കിട്ടും. ഞാൻ 2 കർപ്പൂരവും പൊടിച്ച് ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇത് 3 സാധനം മാത്രം മതി. എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ ഇതൊട്ടും കാണാതിരിക്കത്തില്ലല്ലോ. കാരണം പുറത്തു നിന്നൊക്കെ വെറുതെ കെമിക്കലൊക്കെ മേടിച്ചിട്ട് നമ്മൾ സൊല്യൂഷൻ ഒഴിക്കുന്നതിനേക്കാളും നമ്മൾ വീട്ടിൽ തന്നെ നിസ്സാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു പൗഡറിൻ്റെ മണം നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മാറ്റാം. അത് നമുക്ക് സിങ്കിനകത്തൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ഡൈനിങ് ടേബിൾ, ഗ്യാസ് അടുപ്പൊക്കെ തുടയ്ക്കാം. അപ്പോൾ നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട്. അപ്പോൾ ബാക്കി വെള്ളം ഞാൻ തുടയ്ക്കുന്ന ബക്കറ്റിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തുടയ്ക്കാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മണമാണ് കർപ്പൂരത്തിൻ്റെയും അതേപോലെ പൗഡറിൻ്റെയും. അപ്പോൾ ഈ ഒരു വെള്ളം വെച്ചിട്ട് തുടയ്ക്കുകയാണെങ്കിൽ നമ്മൾ തറയിൽ ഈച്ച, അതുപോലെ തന്നെ ഉറുമ്പുകൾ, ഈ ശല്യമൊന്നും കാണത്തില്ല കേട്ടോ. നല്ലൊരു മണമായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് കർപ്പൂരവും കൂടെ ഉള്ളതുകൊണ്ട് തന്നെയും പിന്നെ ഈച്ചയുടെയും പാറ്റയുടെയും പല്ലിയുടെ ശല്യം ഒന്നും കാണത്തില്ല നമ്മൾ തറ. അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അടിഭാഗം തുടയ്ക്കുന്നതിനാണേലും, അതേപോലെ കറ പിടിച്ച ടൈലിൻ്റെ ഭാഗം നമ്മൾ ഗ്യാസ് ഊറ്റിയൊക്കെ വെച്ചിട്ട് കറയാവത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഇത് വെച്ച് അങ്ങ് തുടച്ചെടുക്കുക. ഇപ്പോൾ കണ്ടോ, തുടച്ച സ്ഥലവും തുടയ്ക്കാത്ത സ്ഥലവും ഞാൻ കാണിച്ചു തരാം. നോക്കണേ, കണ്ടോ ആ ഒരു വ്യത്യാസം കണ്ടോ. അപ്പം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് തുടയ്ക്കുകയാണെങ്കിൽ വീട് മൊത്തം നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും, നല്ലൊരു മണം കിട്ടും. അതുപോലെ തന്നെ ഉറുമ്പ് ശല്യം, ഈച്ച ശല്യം ഒന്നും കാണത്തില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ഇരിക്കുന്ന ഭാഗത്ത് കറയൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ ഫ്രിഡ്ജിൻ്റെ ചുറ്റുഭാഗത്തും നമ്മൾ എപ്പോഴും സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേനും അവിടെ ആ ഭാഗത്ത് നല്ല രീതിയിൽ അഴുക്ക് കാണും കേട്ടോ. ഇതൊക്കെ ഒന്ന് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം പെട്ടെന്ന് തന്നെ ഇളകിപ്പോട്ടോ. അത് ഇതേപോലെ സ്പ്രേ ബോട്ടിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ ഡൈനിങ് ടേബിളിലും ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ഈച്ചയൊന്നും വന്നിരിക്കത്തില്ല, ഉറുമ്പ് ശല്യം കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ സിങ്കിനകത്തും വാഷ് ബേസിനകത്തും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ചെറിയ പ്രാണികളും പാറ്റ കുഞ്ഞുങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണേ. എന്നിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. നല്ലൊരു ടവൽ വെച്ച് തുടച്ചെടുക്കണം. ബാക്കി ഞാൻ ഇതുകൊണ്ട് സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പം ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ ഒരു സാധനവും കയറി വരില്ല.